നമ്മൾ മലയാളികളെല്ലാവരും ആന, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ, അതുപോലെ തന്നെ മൃഗസ്നേഹികളാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് കണ്ടു ഇവിടെ വയനാട്ടിൽ ഈ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ഒരാളെ ചവിട്ടിക്കൊന്നു. ഗേറ്റെല്ലാം ചവിട്ടി തുറന്നു വന്നിട്ട് ഒരു വളരെ ഭീകരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടത്. കാരണം ഗേറ്റെല്ലാം ചവിട്ടി തുറന്നു വന്ന് ആ മനുഷ്യൻ ലേശം വെയിറ്റുള്ള മനുഷ്യനായിരുന്നു. ഓടാൻ സാധിക്കാതെ പുള്ളി ആ ഗേറ്റിൻ്റെ അവിടെ വീണു. ആന വാലെല്ലാം ചുരുട്ടി ആ പുള്ളിനെ കംപ്ലീറ്റ്ലി ചവിട്ടി എറിയുന്നൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇന്നലെയും ഒരു കൊല നടന്നേക്കുവാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളക്കാരെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. കാരണം മൃഗങ്ങളെ സ്നേഹിക്കാൻ കഴിവുണ്ടാകുന്ന രീതിയിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും. അതായത് മറ്റുള്ള ജീവജാലങ്ങളോടും എന്നെപ്പോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത് എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കണ്ണൂർ ജില്ലയുടെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ, അതായത് ഫോറസ്റ്റിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. കർണാടക ഫോറസ്റ്റിന്റെയും കേരള ഫോറസ്റ്റിന്റെയും ഇടയിലായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ഒരു ശല്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അന്ന് നമ്മൾ ജണ്ടകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യവാസം ഉണ്ടായിരുന്നു, അങ്ങോട്ട് ആന ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അതല്ല. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരെല്ലാവരും മലമ്പ്രദേശം വിട്ട് സിറ്റിയിലേക്ക്, ടൗൺഷിപ്പിലേക്ക് എല്ലാവരും നീങ്ങാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു കാലഘട്ടമായത്. കാരണം നമ്മൾ നാണ്യവിളകളെ ആശ്രയിച്ചാണ് അന്ന് ജീവിച്ചിരുന്നത്. ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്ങ്, കവുങ്ങ്, അടയ്ക്ക, അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ ഒത്തിരി പെറുക്കി നമ്മൾ ജീവിച്ചാണ്. അപ്പൊ ഇന്നിപ്പം ആ നാണ്യവിളകൾക്കൊന്നും വിലയില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് മാറി. അപ്പം മനുഷ്യരെല്ലാവരും ടൗൺഷിപ്പിലേക്ക് നീങ്ങാൻ തുടങ്ങി. കാരണം ഇവിടെ ജീവിച്ചുകൊണ്ട് കാര്യമില്ല, അവർക്ക് ജീവിക്കാനുള്ള, അതായത് ദൈനംദിന ജീവിതം പോലും നയിച്ചു പോകാനുള്ള ഒരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അവര് സ്വയമായിട്ട് ടൗൺഷിപ്പിലേക്ക് നീങ്ങി മറ്റു പല ബിസിനസ്സിലേക്കും. അതുപോലെ തന്നെ മക്കൾ വളർന്നു, മക്കളെ വെളിയിൽ ദേശത്തേക്ക് അയച്ചിട്ട് അവിടുന്ന് ചെറിയ പൈസ കിട്ടുന്നതുകൊണ്ട് ഇന്നിപ്പോ പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വാടകയ്ക്ക് താമസിക്കുകയാണ്. അത് മലമ്പ്രദേശം വിട്ടിട്ട്, മലമ്പ്രദേശത്ത് കിടക്കുന്ന സ്ഥലം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പലരും ടൗൺഷിപ്പിലേക്ക് നീങ്ങി അവിടെ 1500 അല്ലെങ്കിൽ 2500 രൂപ വില കൊടുത്തിട്ട് റെന്റ് കൊടുത്ത് ഒരു വീടെടുത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. മക്കള് അവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നു ചെലവിന്, കാരണവന്മാരിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ആ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. അത് കാടും നാടും ഇപ്പോൾ ഒന്നായി. ജണ്ടകൾ ഉണ്ടായിരുന്നു പണ്ട്. ആ ജണ്ടകൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു, മനുഷ്യന്റെ മണം ഉണ്ടായിരുന്നു, മനുഷ്യവാസം ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവിടുന്ന് മൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. പണ്ട് ചെറിയ പന്നിയുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. പണ്ട് പന്നിയൊക്കെ വന്നിട്ട് നമ്മൾ കപ്പയൊക്കെ ഇടുവാണെങ്കിൽ 2-3 കപ്പ് ചോട് പിഴുതുകൊണ്ട് പോയി കപ്പ കുത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് 1-2-3 കപ്പകളൊക്കെ പോയിരുന്നു. അന്നും മനുഷ്യർ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പടക്കം പൊട്ടിച്ചും അതും ഇതുമൊക്കെ ആയിട്ട് ആ മൃഗങ്ങളെയൊക്കെ തിരിച്ചു വിട്ടിരുന്നു. പക്ഷെ ഇന്ന് ജനവാസം അവിടെ ഇല്ലാത്ത മേഖലയിലേക്ക് ആനകൾ പതുക്കെ ഇറങ്ങിത്തുടങ്ങി, വന്യമൃഗങ്ങൾ ഇറങ്ങിത്തുടങ്ങി, സർവ്വ വന്യമൃഗങ്ങളും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. പട്ടണത്തിന് നടുവിൽ കൂടെയാണ് ഒരു കടുവ ഓടുന്നത്. പട്ടണത്തിന് നടുവിൽ കൂടെ ഒരു കടുവ ഓടി, ഒരു ചേച്ചി ഓടി അലച്ചു കെട്ടി ഒരു വീട്ടിൽ കയറുന്ന ഒരു ഭാഗം ഞാൻ കണ്ടു ഒരു വീഡിയോയ്ക്കകത്ത്. CCTVയുടെ ദൃശ്യത്തിൽ കാണുവാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഫോറസ്റ്റും അതുപോലെ തന്നെ ജനവാസ മേഖലയും ഒന്നായി തീർന്നു. കാരണം ജനങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി, എല്ലാവരും ഉപേക്ഷിച്ചിറങ്ങി, നാട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ്. കാരണം ഇതിനൊക്കെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾക്ക് വിലയില്ലാതെയായി, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെല്ലാം നമ്മുടെ ആ മലമ്പ്രദേശ ഏരിയ വിട്ട് വെളിയിലേക്ക് പോയെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നു നിവൃത്തിയില്ലാതെ. മക്കളെ കൊണ്ട് യാതൊരു നമുക്ക് ഒരു ഇൻകമും ഇല്ലാതെ ജീവിക്കുന്ന കുറച്ച് പേര്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇന്നും അവിടെ ജീവിക്കുന്നുണ്ട്. ആനേനൊന്നും അവർക്ക് പേടിയില്ല, ആനേനെ, കടുവേനെ, പുലിനെ. കാരണം മരിക്കാൻ വരെ തയ്യാറായിട്ട് അവിടെ ഉള്ളേ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ജീവിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വേലി സ്ഥാപിക്കുകയോ അല്ലെന്നൊരിയിൽ എന്തെങ്കിലും കറണ്ടിന്റെ കമ്പിയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് പല കമ്പികളും ഒക്കെ ഇടിച്ചിട്ടിട്ട് ആനകൾ കടന്നു വരുന്ന സ്ഥാപനം ഇന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. നമുക്ക് പറയാനുള്ളത്, നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതാണ്. അതിനു വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക.